ഞാൻ വിചാരിക്കുന്നു സിദ്ധാന്തൻ മാഷ് ഇവിടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സമാധാനം. ഭാഷയെ ഇത്രയും പുതുക്കി പണിത വേറൊരു മനുഷ്യനില്ല. ആ തലക്കെട്ട് 101% ശരിയാണ്. ഇങ്ങനെ അവിരാമം പറഞ്ഞു തീരുന്നില്ല, പുതുക്കി തീരുന്നില്ല, അവസാനിപ്പിക്കുന്നില്ല. തന്നില്ലാ തുടർച്ച അവസാനിക്കുമെന്നുള്ള തെറ്റിദ്ധാരണയില്ല. ഈ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കവികളിലൂടെയും ഭാഷയെ സ്നേഹിക്കുന്നതിലൂടെയും ഒക്കെ അത് തുടരുമെന്നുള്ള ഒരു വല്ലാത്തൊരു ഒപ്റ്റിമിസമുണ്ട്. മൈനസ് സിദ്ധാന്തൻ മാഷ് മലയാളം എന്തായിരിക്കും? അതുണ്ട് എന്നുള്ളത് തന്നെ പ്രധാനത. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഒരു പുതിയൊരു പുസ്തക സംരംഭത്തിൻ്റെ വേദിയിലെത്തുക, അവരനവധിയായ ചോയ്സുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട തിരഞ്ഞെടുപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം മാറുക, അതിന് അദ്ദേഹം സമ്മതിക്കുക തുടങ്ങിയ വലിയ ബ്ലെസ്സിങ്സ് ഈ ഒരു സന്ധ്യയെ കുറേ കൂടി ഭംഗിയുള്ളതാക്കുന്നു. എന്തായിരുന്നു ഈ മാഷെന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ചെറിയ പ്രായം തൊട്ടേ വായിക്കുന്ന ഒരാളെന്ന നിലയിൽ ആലോചിച്ചെടുക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥായിയായ വികാരം? മനുഷ്യനെന്ന നിലയിൽ നമ്മുടെയൊക്കെ ഈ കബോർഡിൽ വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. എല്ലാവരും ഒരേ മൂലകങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. അനുപാതങ്ങൾ ചെറിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇങ്ങനെ കൂട്ടാണ് ജീവിതത്തെ വ്യത്യാസമുള്ളതാക്കി വരുന്നത്. അതുകൊണ്ടാണ് ഗുരുക്കന്മാരായിരുന്നു ഭൂമിയുടെ ഏറ്റവും നല്ല പാചകക്കാരെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത്. ബുദ്ധയൊക്കെ ഈ പാചകം പഠിക്കണം എന്നൊക്കെ പറയുന്നതിനെ പോലുള്ളതാണ്. ഈ ഉള്ളിലെ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ എത്ര അനുപാതത്തിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്, ഇണക്കിയെടുക്കാൻ പറ്റും, വിളക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഡോമിനൻ്റ് ഒരു ഇമോഷൻ? എനിക്ക് തോന്നുന്നത് ലജ്ജയാണ്, ഷെയിം. മാർക്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു സമൂഹത്തിൻ്റെ മാറ്റം ആരംഭിക്കുന്നത് ആ സമൂഹത്തിൽ ചില മനുഷ്യർ ലജ്ജിച്ചു തുടങ്ങുമ്പോഴാണ്. അതൊരു വൈയക്തികമായ വ്യക്തിപരമായ ലജ്ജയല്ല. താൻ പാർക്കുന്ന കാലത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, അതിൻ്റെ ഘടനയെക്കുറിച്ച്, അതിൻ്റെ മാമൂലുകളെക്കുറിച്ച്, അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു മനുഷ്യൻ ലജ്ജ തുടങ്ങുന്ന ദിവസമാണ് അല്ലെങ്കിൽ ഭേദപ്പെട്ട മനുഷ്യനായിട്ട് മാറുക.